കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി കേവലം 4 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതിയാണ് കേരള ജനത വിധി എഴുതുന്നത്. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നണികളും പാർട്ടികളും എല്ലാം മുന്നോട്ട് പോവുകയാണ്. പ്രചരണം അതിന്റെ അവസാന ലാപ്പിൽ അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അഭിപ്രായ സർവേ കൂടി പുറത്തുവരികയാണ്. അത് ലോക് പോൾ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപും അവര് സമാനമായ രീതിയിൽ കേരളത്തിന്റെ മൂടനുസരിച്ചുള്ള ഒരു അഭിപ്രായ സർവേ പുറത്തുവിട്ടിരുന്നു. അതിൽ UDF-ന് ശക്തമായ മേധാവിത്വമുണ്ട്, വ്യക്തമായ മേധാവിത്വമുണ്ട് എന്നാണ് സർവേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക് പോളിന്റെ സർവേയിലും UDF കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് സർവേ പറയുന്നത്. കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട്. അത് വടക്ക് മുതൽ തെക്ക് വരെ ഒരേ രീതിയിൽ ആ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മുന്നേറ്റം UDF ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തും എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. മാർച്ച് 14 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 36,400 സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വളരെ സമഗ്രമായ രീതിയിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സർവേ തന്നെയാണ് ഈ ലോക് പോൾ നടത്തിയിരിക്കുന്നത്. ലോക് പോളിന്റെ സർവേ പ്രകാരം അവരുടെ ഒരു ഫലപ്രഖ്യാപനം നോക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് 42 മുതൽ 44 വരെ ശതമാനം വോട്ടുകൾ ഇത്തവണ ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു. LDF-നെ സംബന്ധിച്ച് 39 മുതൽ 41 ശതമാനം വരെ വോട്ടുകളാണ് ലഭിക്കുക. NDA-ക്ക് 14 മുതൽ 16 ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമെന്ന് സർവേ പറയുന്നുണ്ട്. ഇനി ഈ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ UDF-ന് 77 മുതൽ 81 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDF-ന് 58 മുതൽ 62 വരെ സീറ്റുകളും NDA-ക്ക് 0 മുതൽ 2 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. അതായത് NDA-ക്ക് പരമാവധി 2 സീറ്റുകൾ ലഭിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു സീറ്റ് ലഭിക്കാതെ ഇരിക്കാം. UDF-നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിക്കുന്നത് അത് കേവല ഭൂരിപക്ഷത്തിന് മുകളിലാണ്. 77 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. 77 മുതൽ 81 വരെ സീറ്റുകൾ UDF-ന് നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാം. അത് അവസാനം ഇനിയുള്ള 4 ദിവസങ്ങളിൽ ഈ പ്രചരണ രംഗത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഇതിനെ ബാധിക്കാം. അതൊരു പക്ഷേ 90 വരെയൊക്കെ കടക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാം. LDF-നെ സംബന്ധിച്ച് അവർക്ക് 58 മുതൽ 62 സീറ്റുകൾ വരെ, പരമാവധി അവർക്ക് 62 സീറ്റുകളാണ് ലഭിക്കുക എന്ന ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വെറും 41 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 99 സീറ്റുകളുമായിട്ടാണ് LDF അധികാരത്തിലെത്തിയത്. അവിടെ നിന്നും LDF-ന് വലിയ ഒരു തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ലോക് പോളിന്റെ ഈ സർവേ പറയുന്നത്. ഇനി നമുക്ക് ഈ കേരളത്തെ 3 മേഖലകളെ തിരിച്ചുകൊണ്ടാണ് ലോക് പോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. അത് വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. ഈ 3 മേഖലകളിലും ഏതൊക്കെ മുന്നണികൾക്ക് എത്രത്തോളം വോട്ട് ലഭിക്കും എന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വടക്കൻ കേരളത്തിലെയാണ് അവരാദ്യം പറയുന്നത്. വടക്കൻ കേരളത്തിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിലായിട്ട് ഏതാണ്ട് 48 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ UDF-നെ സംബന്ധിച്ച് ഇത്തവണ 28 മുതൽ 32 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പറയുന്നുണ്ട്. LDF-ന് 13 മുതൽ 16 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. NDA-ക്ക് വടക്കൻ കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കില്ല എന്നും സർവേ പറയുന്നുണ്ട്. UDF-നെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ് ഈ സർവേയിൽ പറയുന്നത്. അതായത് 28 മുതൽ 32 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് സർവേ പറയുന്നു. കഴിഞ്ഞ തവണ 2021 ഏതാണ്ട് 20 സീറ്റുകൾ മാത്രമാണ് UDF-ന് അവിടെ നിന്നും ലഭിച്ചത്. ആ സ്ഥാനത്ത് ഇപ്പോൾ 32 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു. LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർക്ക് വടക്കൻ കേരളത്തിൽ 28 സീറ്റുകൾ വരെ ലഭിച്ചുവെങ്കിൽ അത് 13 മുതൽ 16 വരെയായിട്ട് കുറയുന്നു. വലിയ ഒരു തിരിച്ചടി അവർക്ക് വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സർവേയിൽ പറയുന്നത് ഇത്തവണ മുസ്ലിം ലീഗിന്റെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു പ്രഭാവം വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ മുതലുള്ള അങ്ങോട്ടുള്ള ജില്ലകളിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണത്തിന്, വോട്ടുകളുടെ ഒരു ഏകീകരണത്തിന് കാരണമാകും. അത് UDF-ന് വലിയ രീതിയിലൊരു മേൽക്കൈ നൽകുമെന്ന് പറയുന്നു. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലൊക്കെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് അത് പോകുമെന്ന് ഈ സർവേ പറയുന്നു. കൂടാതെ തന്നെ ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രശ്നങ്ങളെ, അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട്. അതിൽ പറയുന്ന പോലെ വയനാട്ടിലും കോഴിക്കോടിലും മലയോര മേഖലയിലും ഒക്കെ തന്നെ UDF-ന് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. LDF-നെ സംബന്ധിച്ച് അവർ ഈ പാലക്കാട്, ഒപ്പം തന്നെ കണ്ണൂർ പോലെയുള്ള അവരുടെ പരമ്പരാഗത കോട്ടകൾ അവരെ ഇത്തവണയും കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF-നെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഈ പറയുന്ന മലപ്പുറവും വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അവർ ഒരു ക്ലീൻ സ്വീപ്പ് നടത്തുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന കർഷകർക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം കണ്ണൂര്, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റത്തിന് അവർക്ക് കാരണമാകും. നിലവിലെ കണ്ണൂരിൽ UDF 2 സീറ്റാണുള്ളത്, കോഴിക്കോടും 2 സീറ്റുകളാണുള്ളത്. എന്നാൽ ഇത്തവണ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണമൊക്കെ വരുമ്പോൾ അവിടെ വലിയ രീതിയിലൊരു മുന്നേറ്റത്തിന് UDF സഹായകരമാകും എന്ന് ഈ സർവേ പറയുന്നു. BJP സംബന്ധിച്ച് അവരുടെ പോക്കറ്റുകളായിട്ടുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ കോഴിക്കോട്, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ അവർ അവരുടെ വോട്ട് ശതമാനം അവർ മെച്ചപ്പെടുത്തും. പക്ഷേ അവർക്കത് ഒരു സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് വടക്കൻ കേരളത്തിൽ ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ BJP അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെങ്കിൽ പോലും, മികച്ച പ്രകടനം അവർക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെങ്കിൽ പോലും അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു സീറ്റ് പോലും അവർക്ക് ഈ വടക്കൻ കേരളത്തിൽ നേടാൻ കഴിയില്ല എന്നും സർവേ ഫലം പ്രവചിക്കുകയാണ്. ഇനി മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ കോട്ടയം മുതൽ പറയുന്നത് പോലെ പാലക്കാട് വരെയുള്ള ജില്ലകളാണ് മധ്യ കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെ 53 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ UDF 29 മുതൽ 33 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഈ ലോക്പോൾ സർവേ പ്രവചിക്കുന്നത്. LDF 18 മുതൽ 23 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. NDAക്ക് ഒരു സീറ്റുകളും ലഭിക്കില്ല എന്നും സർവേ പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു മേഖല എന്ന് പറയുന്നത് മധ്യ കേരളമാണ്. മധ്യകേരളത്തിൽ ഈ പറയുന്ന പോലെ കോട്ടയവും എറണാകുളവും പോലെയുള്ള ജില്ലകളിൽ UDF വലിയൊരു മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു. ഇത്തവണ ഈ പറയുന്നത് പോലെ അവിടെ അതിനും കൂടുതൽ മികച്ച ഒരു പ്രകടനം UDF ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ലോക്പോൾ സർവേ പറയുന്നത്. 29 മുതൽ 33 വരെ സീറ്റുകൾ, അതായത് മികച്ച ഒരു മുന്നേറ്റം. ആകെയുള്ള 53-ൽ 33 സീറ്റുകൾ വരെ UDF നേടാൻ കഴിയും. കഴിഞ്ഞ തവണ വെറും 17 സീറ്റുകൾ മാത്രമാണ് മധ്യകേരളത്തിൽ UDF നേടാൻ കഴിഞ്ഞത്. അവിടെ നിന്നും ഇരട്ടിയോളം സീറ്റുകൾ വർദ്ധിപ്പിക്കാനായിട്ട് UDF കഴിയുമെന്ന് സർവേ പറയുന്നു. LDF സംബന്ധിച്ച് 18 മുതൽ 23 വരെയാണ് അവർക്ക് പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ 36 സീറ്റുകൾ നേടിയ ഭാഗത്താണ് ഇത്തവണ അത് ഏതാണ്ട് 23 വരെയായിട്ട് കുറയുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി മധ്യ കേരളത്തിലും LDF ഉണ്ടാകും എന്ന് സർവേ പ്രവചിക്കുന്നു. NDAക്ക് മധ്യ കേരളത്തിലും ഇപ്പറയുന്ന പോലെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നതാണ് സർവേയുടെ പ്രവചനത്തിലുള്ളത്. മധ്യകേരളത്തിൽ വലിയ ഒരു നിർണായകമായിട്ട് മാറുന്നത് ഈ ക്രൈസ്തവ സഭകളുടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു നിലപാടുമാണ്. സീറോ മലബാർ സഭ, ലത്തീൻ കത്തോലിക്ക സഭകളുടെ ഒക്കെ തന്നെ UDF അനുകൂലമായിട്ടുള്ളൊരു നിലപാട് മാറ്റം, UDF അനുകൂലമായിട്ട് ഈ സഭകളുടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെടും. അത് ഈ പറയുന്ന പോലെ എറണാകുളത്താണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും ഇടുക്കി, കോട്ടയം ജില്ലകളിലൊക്കെ തന്നെ UDF അനുകൂലമായിട്ടൊരു തരംഗം സൃഷ്ടിക്കും. അവിടെ വലിയൊരു മുന്നേറ്റം UDF നടത്താൻ അതുകൊണ്ട് കഴിയുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയുണ്ട്. റബ്ബർ കർഷകർക്ക് അവരുടെ മിനിമം താങ്ങുവില ഇനിയും അത് വർദ്ധിപ്പിച്ച് നൽകിയിട്ടില്ല. അതൊക്കെ തന്നെ ഈ റബ്ബർ കർഷകർക്കിടയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയൊരു അതൃപ്തി സർക്കാരിന് ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ UDF അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിട്ട് മാറുകയാണ്. അത് അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് അവർക്ക് ഈ ദേശീയ തലത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന അവരുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ അത് കേരളത്തിലും വലിയ തിരിച്ചടിയാകും. ക്രൈസ്തവ സഭകളൊക്കെ തന്നെ BJPക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഈ സർവേ പറയുന്നു. ഈ 2020 പോലെയുള്ള പ്രാദേശിക പാർട്ടികൾ NDAയോടൊപ്പം ചേർന്നെങ്കിൽ പോലും അതൊന്നും കാര്യമായിട്ടുള്ള ഒരു പ്രയോജനം NDAക്ക്, BJPക്ക് അവിടെ സൃഷ്ടിക്കത്തില്ല. അത് UDF അനുകൂലമായിട്ട് മാത്രമാകും. മധ്യ കേരളത്തിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നിലപാടുകൾ അനുഗുണമാവുക, അല്ലെങ്കിൽ അതിനനുസരിച്ചാകും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നിലപാടുകൾ മാറുക. UDF അനുകൂലമായിട്ടത് മാറും എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJPക്ക് ഒരു സീറ്റ് പോലും അവിടെ ലഭിക്കില്ല. അവർക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഒന്നെന്ന് പറയുന്നത് കുന്നത്തുനാടും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയും പോലുള്ള മണ്ഡലങ്ങളാണ്. കുന്നത്തുനാടിൽ 2020 മത്സരിക്കുന്നത്. എന്നാൽ അവിടെ അവർക്ക് വോട്ട് ലഭിക്കുമെങ്കിൽ പോലും അത് വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിലായിട്ട് 39 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. കഴിഞ്ഞ തവണ UDF സംബന്ധിച്ച് വെറും 4 സീറ്റുകൾ മാത്രമാണ് ഈ ജില്ലകളിൽ നിന്ന് ലഭിച്ചത്. ആലപ്പുഴയിൽ ഒരു സീറ്റ് കിട്ടി, പത്തനംതിട്ടയിൽ ഒന്നും കിട്ടിയില്ല, കൊല്ലത്ത് 2 സീറ്റുകൾ ലഭിച്ചു, തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ലഭിച്ചു. അങ്ങനെ ആകെയുള്ള 39-ൽ 4 സീറ്റുകൾ മാത്രമാണ് UDF ലഭിച്ചത്. ആ സമയത്ത് LDF 35 സീറ്റുകളും അവിടെ നിന്നും നേടാൻ കഴിഞ്ഞു. വലിയൊരു മുന്നേറ്റമാണ് LDF കഴിഞ്ഞ തവണ അവിടെ ഉണ്ടാക്കിയത്.
ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഇത്തവണ അവിടെ UDF-ഉം LDF-ഉം ഏതാണ്ട് ഒരേ രീതിയിൽ മുന്നേറുമെന്ന് പറയുന്നു. UDF-ന് 16 മുതൽ 20 വരെ സീറ്റുകളും LDF-ന് 16 മുതൽ 19 വരെ സീറ്റുകളുമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അതായത് 4-ൽ നിന്നും 19 വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ 20 വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കാനായിട്ട് UDF-ന് കഴിയുന്നത്, 16 സീറ്റുകളോളം വർദ്ധിപ്പിക്കാനായിട്ട് UDF-ന് കഴിയുമെന്ന് സർവേ പറയുന്നു. LDF-നെ സംബന്ധിച്ച് 35 എന്നുള്ളത് 19 കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ NDA അവിടെ ഏതാണ്ട് 0 മുതൽ 2 വരെ സീറ്റുകൾ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലാണ് ഈ BJP-ക്ക് വിജയസാധ്യതയുള്ള 2 സീറ്റുകളും കാണുന്നത്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ നേമവും കഴക്കൂട്ടവും പോലെയുള്ള 2 മണ്ഡലങ്ങളാണ് അവർ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ. അവിടെ BJP-ക്ക് ഒരു പക്ഷേ വിജയിക്കാൻ കഴിയും. അതും 0 മുതൽ 2 എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്നും കിട്ടാതെ ഇരിക്കാം. പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു തരംഗം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അട്ടിമറിയൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, അടിയൊഴുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പരമാവധി 2 സീറ്റുകൾ, 1-2 സീറ്റുകൾ BJP-ക്ക് തെക്കൻ കേരളത്തിൽ നേടാൻ കഴിയും എന്നും പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ UDF തെക്കൻ കേരളത്തിലും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സർവേയിൽ പറയുന്നത്, തെക്കൻ കേരളത്തിൽ ഈ നെൽകർഷകരും ഒപ്പം തന്നെ കശുവണ്ടി കയർ തൊഴിലാളികൾ, ആശാവർക്കർമാർ, ഇവർക്ക് ഇടയിലുള്ള അതൃപ്തി, തങ്ങളുടെ നെൽകർഷകർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കശുവണ്ടി കർഷകരാണെങ്കിലും കശുവണ്ടി തൊഴിലാളികളാണെങ്കിലും കയർ തൊഴിലാളികളും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെയൊക്കെ തന്നെ അതൃപ്തി അത് LDF-ന് തിരിച്ചടിയാക്കും. അവരുടെയൊക്കെ തന്നെ വോട്ടുകൾ UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്ന് ഈ സർവേ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈഴവ സമുദായത്തിന്റെ വോട്ടുകളിലേക്ക് ഈ BJP-യുടെ കടന്നുകയറ്റം അത് ഇൻഡയറക്റ്റായിട്ട്, പരോക്ഷമായിട്ട് UDF-ന് അനുകൂലമായിട്ട് മാറും. ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമ്പോൾ UDF-ന് അത് ഗുണകരമായിട്ട് മാറും. UDF-ന് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന നായർ വോട്ടുകൾ, ഒപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷ വോട്ടുകളും എല്ലാം കൂടി ചേരുമ്പോൾ UDF-ന് ഈ പറയുന്ന 4 ജില്ലകളിലെ മണ്ഡലങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ കഴിയും എന്ന സർവേ പറയുകയാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ച് വലിയ ഒരു മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ലോക് പോളിന്റെ ഈ പുതിയ സർവേയും പ്രവചിക്കുന്നത്.